ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ്. പരിശോധന ശക്തമാക്കിയതോടെ ഉടമകൾ വാഹനങ്ങളുടെ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായാണ് സംശയം. കാറുകൾ സംസ്ഥാനം വിടുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരും. നടൻ അമിത് ചക്കാലക്കൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും നടത്തിയ യാത്രകൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. പരിശോധന ശക്തമാക്കിയതോടെ ഉടമകൾ വാഹനം മാറ്റിയെന്ന സംശയത്തിലാണ് കസ്റ്റംസ്. വാഹനത്തിന്റെ ഉടമകൾ നമ്പറും നിറവും മാറ്റിയെന്നാണ് നിഗമനം. വാഹനം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടത്താനായി ശ്രമം നടക്കുന്ന പശ്ചാത്തലത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ നമ്പർ ചെക്ക് പോസ്റ്റുകളിൽ കൈമാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി ഇതുവരെ 38 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതേസമയം അമിത് ചക്കാലക്കൽ കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചത് അന്വേഷിക്കുകയാണ് കസ്റ്റംസ്. ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നത്? കാര്യം അത് ഈ വാഹനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു, എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവിടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തിയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിറ്റത്. ഈ സാഹചര്യത്തിൽ കോയമ്പത്തൂർ സംഘത്തിലെ അംഗങ്ങളെ കാണാനായിട്ടായിരുന്നു അമിത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. അമിത്തിന്റെ 8 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനത്തിന്റെ ഉടമയായ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.